വായന ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട പ്രക്ഷോഭങ്ങൾ പലപ്പോഴും വെറും വാർത്താശകലങ്ങളായി ഒതുങ്ങാറുണ്ട്. എന്നാൽ ആ വാർത്തകൾക്ക് പിന്നിലെ മനുഷ്യരുടെ ശ്വാസവും രക്തവും കണ്ണുനീരും സാഹിത്യത്തിലേക്ക് പകർത്തുമ്പോഴാണ് അത് കാലാതീതമാകുന്നത്. ദിവ്യ അരുണിൻ്റെ യെല്ലോ റിബൺ എന്ന ഈ നോവൽ അത്തരമൊരു ശ്രമമാണ്. ഹോങ്കോങ്ങിൻ്റെ തെരുവുകളിൽ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളെയും വിറങ്ങലിച്ചു നിൽക്കുന്ന വ്യക്തിജീവിതങ്ങളെയും നോവലിസ്റ്റ് ഇവിടെ അതിസൂക്ഷ്മമായി വിളക്കി ചേർത്തിരിക്കുന്നു. നഗരങ്ങൾ മാറുന്നത് കെട്ടിടങ്ങളിലൂടെ മാത്രമല്ല, അവിടുത്തെ നിയമങ്ങളിലൂടെയും മനുഷ്യരുടെ മനോഭാവങ്ങളിലൂടെയുമാണെന്ന് നോവൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബ്ലൂ റിബൺ ധരിച്ച പഴയ തലമുറയും യെല്ലോ റിബൺ നെഞ്ചിലേറ്റിയ പുതിയ തലമുറയും തമ്മിലുള്ള പോരാട്ടം ഒരേ സമയം രാഷ്ട്രീയവും ഒപ്പം വൈകാരികവുമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈ ആശയപരമായ അകലം നോവലിലെ ഏറ്റവും ഹൃദയസ്പർശിയായ വശങ്ങളിലൊന്നായി മാറുന്നു. വെറുമൊരു രാഷ്ട്രീയ ഡോക്യുമെന്ററി എന്നതിലുപരി യെല്ലോ റിബൺസ് മനുഷ്യന്റെ ആന്തരികമായ പലായനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വന്തം മണ്ണിൽ ജീവിക്കുമ്പോഴും അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യർ ഒരുതരം മാനസികമായ കുടിയേറ്റത്തിലാണ്. പ്രണയം പോലും ഇവിടെ ഒരു സമരമായി മാറുന്നു. അധികാരികളുടെ കണ്ണുവെട്ടിച്ചും നിയമങ്ങളുടെ വേലിക്കെട്ടുകൾ ഭേദിച്ചും വിരിയുന്ന ബന്ധങ്ങൾ വിപ്ലവത്തിൻ്റെ ചുവപ്പ് നിറമല്ല, മറിച്ച് പ്രത്യാശയുടെ മഞ്ഞ നിറമാണ് നോവലിസ്റ്റ് വരച്ചു കാട്ടുന്നത്. ഓരോ കഥാപാത്രവും തങ്ങളുടേതായ ഏകാന്ത തുരുത്തിയിൽ അകപ്പെട്ടു പോകുമ്പോഴും അദൃശ്യമായ ചില നൂലുകൾ അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഹോങ്കോങ്ങിലെ തെരുവുകളെയും അവിടുത്തെ പ്രതിഷേധങ്ങളെയും ദിവ്യ അരുൺ വിവരിക്കുമ്പോൾ വായനക്കാർ ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരാളായി മാറുന്നു. ചൈനീസ് ഭരണകൂടത്തിന്റെ പുതിയ സുരക്ഷാ നിയമങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ എങ്ങനെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന് വിവരിക്കുമ്പോഴും മനുഷ്യത്വത്തിലേക്കുള്ള പ്രതീക്ഷ നോവൽ കൈവിടുന്നില്ല. സ്വാതന്ത്ര്യം എന്നതൊരു ഭൂപടത്തിൽ അതിരുകളല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്തകൾക്ക് ലഭിക്കേണ്ട ഇടമാണെന്ന് ഈ കൃതി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ രാഷ്ട്രീയത്തെയും വ്യക്തിജീവിതത്തെയും വേർതിരിക്കാനാകാത്ത വിധം കൂട്ടിയിണക്കിയ യെല്ലോ റിബൺ സമകാലിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ ഒരു പരീക്ഷണമായിട്ട് മാറുന്നു. ഒരു ദേശത്തിന്റെ വിലാപവും പോരാട്ടവും ഇത്രത്തോളം ആഴത്തിൽ മലയാളിയുടെ വായനയിലേക്ക് എത്തിക്കുക എന്നതിൽ നോവലിസ്റ്റ് പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു വായനയല്ല, മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ കനലിനെ തൊട്ടറിയുകയാണ്.